നൂറ പോയി കഴിഞ്ഞിട്ട് നൂറയുടെ സാധനങ്ങൾ നമ്മുടെ അനീഷേട്ടനും അതേപോലെ അനുമോളും കൂടെ പാക്ക് ചെയ്യാണ്. അനീഷേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് നൂറയ്ക്കൊരു ജിറാഫിൻ്റെ ഒരു ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതെടുത്ത് കൊടുത്തോട്ടെ ബിഗ് ബോസ്, ഞങ്ങൾ അതിവിടെ പാക്ക് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയാണ് അത് പറ്റത്തില്ല, അതിപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അനീഷേട്ടനെ തിരിച്ചുകൊണ്ട് വെക്കുന്നു. അതിനുശേഷം അനുമോള് ആ ഒരു പില്ലോയും അതേപോലെ നൂറയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അനീഷേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷാനവാസിക്കയും കൂടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ അക്ബറും അതേപോലെ നെവിനും കൂടെ പറയണം, നീ എന്തായാലും നിന്നത് കാര്യമായി, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ ഞാൻ കുരുതി കൊടുത്തു. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് അഭിമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ അക്ബറും നെവിനും കൂടെ പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫൈനൽ 5-ലെത്താൻ അല്ലെങ്കിൽ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. അപ്പാനിയുടെ പേരൊക്കെ പറയുന്നുണ്ട്, അതെന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒനിയിലും അഭിലാഷിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അത് കുറച്ച് കറക്റ്റ് കാര്യമായിരുന്നു. പിന്നെ അതേപോലെ നൂറ നല്ലൊരു മത്സരാർത്ഥിയാണ്, പക്ഷേ പോയതിൽ എനിക്കത്ര വിഷമമില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. ഞാൻ നൂറയോടും ആദിലോടും അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമവും ഇല്ലെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അക്ബറും പറയുകയാണ്, എനിക്കും അതേപോലെ വിഷമമൊന്നുമില്ല, ഒരു ഫൈനലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ മത്സരിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് അതേപോലത്തെ ഉള്ളൊരു സ്നേഹം മാത്രമേ എനിക്ക് അവരോട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അക്ബറും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നല്ല ഡിസേർവിംഗ് ആണ്. ഞാൻ ഈ ഒരു ടോപ്പ് 5 ആയിരുന്നു എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ, നീ, അതേപോലെ ഷാനവാസ്, അനീഷ, അനുമോൾ, അതായത് നമ്മുടെ അക്ബറാണിത് പറയുന്നത്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ടോപ്പ് 5 ഫൈനൽ 5 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. നൂറ അതിലില്ലായിരുന്നു എന്നുള്ള കാര്യം അക്ബർ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതേസമയം നൂറയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ നൂറ തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് നൂറെ ഹെൽപ്പ് ചെയ്യുന്നതും നൂറയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതും ഒക്കെ അനുമോൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കിടന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷേട്ടനും ചെയ്യുന്നുണ്ട്, അനുമോളുടെ കൂടത്തിൽ തന്നെ നിന്ന് അനീഷേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷാനവാസിക്ക അങ്ങ് ഓവറായിട്ട് ഇൻവോൾവ് ആവുന്നില്ലെങ്കിലും ഷാനവാസിക്ക ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ചെരുപ്പൊക്കെ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഷാനവാസിക്ക. എന്തായാലും അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങുമ്പോഴെങ്കിലും നൂറയെ അതിലെ മനസ്സിലാക്കട്ടെ, അതിലോട് നൂറയുടെ അനുമോൾക്ക് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്ന്. വേറൊന്നും കൊണ്ടല്ല, അവരിത്രയൊക്കെ അനുമോളെ പലപ്പോഴും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോഴും കുറ്റങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാവരും വന്നപ്പോൾ ഇട്ടെറിഞ്ഞു കൊടുത്തതും ഒക്കെ ആലോചിക്കുമ്പോൾ അനുമോൾ എവിടെയും അതിലിനെ നൂറേനും ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അനുമോൾ നല്ലൊരു ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തിരിച്ച് ഇവർക്ക് ആ ഒരു ട്രസ്റ്റ് ഇല്ലായിരുന്നു, അനുമോൾ ചതിക്കുകയാണോ എന്നുള്ള ഫീല്. പിന്നെ വന്നവരും പോയവരും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് അതിലൊക്കെ മാനിപ്പുലേറ്റഡ് ആയിപ്പോയ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പുറത്തിറങ്ങുമ്പോഴെങ്കിലും എന്തായിരുന്നു റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവർ കാണിച്ചതല്ല എന്നുള്ളത് ഇവരൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പൂർണ്ണമായിട്ട് ആശംസിക്കുന്നു.